മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മഹജീവിതം ചെയ്തിടുവാനായി ഏകി നിന്നഭിഷേകത്തെ, ഈ മഹജീവിതം ചെയ്തിടുവാനായി ഏകി നിന്നഭിഷേകത്തെ. ദൈവപുത്ര നിൻ വിശ്വാസത്താൽ ഞാൻ ജയിക്കുന്നു ലോകത്തെ അനുദിനവും. ദൈവപുത്ര നിൻ വിശ്വാസത്താൽ ഞാൻ ജയിക്കുന്നു ലോകത്തെ അനുദിനവും. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ നാം തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ പഠനമാണ് നടത്തി വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് വായിച്ച് നാം ധ്യാനിക്കുവാനിടയായത്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിക്ഷനും അരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. സഭാഭരണം എന്നത് വളരെ ഗൗരവമുള്ള ഒരു ജോലിയാണ്. ആത്മീയ പക്വത അതിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം നാം കഴിഞ്ഞ ദിവസം ഓർക്കുകയുണ്ടായി. പ്രായം കൂടിയവർക്കെല്ലാം പക്വത ഉള്ളത് സ്ഥാപിക്കുകയല്ല, പ്രത്യുത അനുഭവജ്ഞാനത്തിൽ വളരെ വിലയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രായം കൊണ്ടും പരിചയം കൊണ്ടും വിശ്വാസ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാത്ത ഒരു പുതിയ ശിഷ്യന് നിഗളം ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ശരിയായ ആത്മീയ പ്രശിക്ഷണവും ശിഷ്യത്വവും മൂലമാണ് മരുക്കം വരുന്നത്. അങ്ങനെ മരുക്കം വരാത്ത ഒരു പുതിയ ശിഷ്യനെ സഭ ഏൽപ്പിച്ചാൽ സഭ ഞാനാണ് പ്രധാനി എന്നൊരു പ്രധാന ചിന്തയുണ്ടായി. അതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. സഭ തകരാനും ആ സുവിശേഷകനെ സംബന്ധിച്ച് അവൻ വീഴ്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആകയാൽ ആദ്യം താഴ്മയുടെ പാഠമാണ് പഠിക്കേണ്ടത്. ഇനി നമ്മൾ 7-ാമത്തെ വാക്യമാണ് പഠിക്കുന്നത്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ഇവിടെ നാം വായിച്ചു കേട്ടത് ഒരു സഭയുടെ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ നടത്തുന്ന ഒരു ശുശ്രൂഷകനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് നല്ല സാക്ഷ്യം. നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അധ്യക്ഷന്മാരുടെ വിവിധ യോഗ്യതകളെ കുറിച്ചാണല്ലോ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. സഭാപാലകന്മാരെ സംബന്ധിച്ചിടത്തോളം ദേശത്ത് സാക്ഷ്യമുള്ളവനായിരിക്കണം. ദേശത്ത് ജീവിക്കുമ്പോൾ തന്നെ നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയുള്ള നില വളരെ ഗുരുതരമാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശിയാകുന്നു എന്നാണല്ലോ സ്വയം അബ്രഹാം പരിചയപ്പെടുത്തിയത്. ദേശനിവാസികൾ പറഞ്ഞത് അല്ല, നീ ഞങ്ങളുടെ ഇടയിൽ ഒരു ദൈവത്തിൻ്റെ പ്രഭുവാണ്, ദൈവത്തിനൊരു പ്രഭുവാണെന്നാണ് പറയുന്നത്. ഉൽപ്പത്തി 21-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ എലീശ പ്രവാചകനെ കുറിച്ച് ശൂന്യംകാരത്തി പറഞ്ഞത് ഭർത്താവിനോട് എന്താണ് പറയുന്നത്? നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ ആരാണ്? വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. നോക്കുക, എലീശയോടൊപ്പം ഉണ്ടായിരുന്ന ഗേഹസിക്ക് സാക്ഷ്യം ലഭിച്ചില്ല. പുരുഷന്മാരെ കുറിച്ചുള്ള സ്ത്രീകളുടെ സാക്ഷ്യം വളരെ വിലയുണ്ട്. മോവാബ് ദേശക്കാരിയായ രൂത്ത് ബോവസിൻ്റെ വയലിൽ വേല ചെയ്തു വരവേ ബോവസിന് അവളെക്കുറിച്ചുള്ള സാക്ഷ്യം ശ്രദ്ധിക്കുക. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം.
രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്ന് പറയുവാനായിട്ട് ശുശ്രൂഷകർക്ക് കഴിയണം. അതാണ് 2 കൊരിന്ത്യർ 2:15 വായിക്കുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സഹോദരന്മാരുടെ ഇടയിൽ നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നതാണ് വായിക്കുന്നത്. അപ്പോസ്തലർ 16:2 വാക്യം. ലുസ്ത്രയിലും യുക്കോന്യയിലും ഉള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കാര്യം അത് മനസ്സിലാക്കി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ശുശ്രൂഷൻ ദേശത്ത് സാക്ഷ്യമില്ലാത്തവനായി ജീവിച്ചാൽ അതിൻ്റെ പരിണിത ഫലം പിന്നീട് വരുന്ന ശുശ്രൂഷകന്മാരെയും അതെന്ത് ചെയ്യും, അവരെ ബാധിക്കും എന്നുള്ള സത്യം നാം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, അത് സഭയുടെ ആത്മീയ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുന്നത് ഒരു ഉദാഹരണം. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം മുഴുവനും നാറുമാറാക്കുമല്ലോ. കുരുത്തിലേത്തിൽ എന്താ വായിക്കുന്നത്? അസാരം പുളിമാവ് പിണ്ടം മുഴുവനും പുളിപ്പിക്കും. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടുകൂടി പെരുമാറുവീൻ എന്നാണ് കൊലോസ്യർ 4:5 വായിക്കുന്നത്. പുറത്തുള്ളവരോട് മര്യാദയായി നടക്കണം എന്ന് 1 തെസ്സലോനിക്കർ 4:11 ജാതികളുടെ ഇടയിലും നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് 1 പത്രോസ് 2:11 12 വാക്യങ്ങൾ കാണാം. അകത്തും പുറത്തും ഒരുപോലെ നന്നായിട്ട് ജീവിക്കുന്നവനാണ് സുവിശേഷകനും അല്ലെങ്കിൽ ശുശ്രൂഷകനും അധ്യക്ഷന്മാരെന്നൊക്കെ പറയുന്നവർ. ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുന്നത് സഭാവിശ്വാസികളോടും അയൽക്കാരോടും ഒക്കെ വളരെ വിശ്വസ്തയോടുകൂടി വേണം ജീവിക്കുവാനായിട്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് സഭാപരിപാലകന്മാർ പിശാചിൻ്റെ കണിയിൽ കുടുങ്ങിയാൽ അവർ തോറ്റുപോകും. അതുകൊണ്ട് പിശാചിൻ്റെ കണിയിൽ കുടുങ്ങിയവരെ വിടുവിക്കേണ്ടവരാണ് ആര്? സഭാ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്. അവർ സ്വയം കണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 11:3 അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? മറ്റൊരു ഭാഷയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം സഭയുടെ നടത്തിപ്പുകാർ എന്നുള്ളത് ഓർക്കുകയാണ്. മറ്റൊരു കാര്യം, 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ശുശ്രൂഷക്കാരും ശുശ്രൂഷക്കാരികളും ഉണ്ട്. ഇടയ ശുശ്രൂഷ ചെയ്യുന്ന സഭാ അധ്യക്ഷന്മാരിൽ നിന്നും വിശ്വസ്തത ആണ് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വസ്തരായ ഒരു കൂട്ടരെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരെ ശുശ്രൂഷയ്ക്കായിട്ട് ഡീക്കൻസ് ഒക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യണം? അവർ വിശ്വസ്തയോടെ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അവരെ ഏൽപ്പിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ സഭയുടെ ഭൗതികമായ കാര്യനിർവഹണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 7 ശുശ്രൂഷകന്മാരെ പറ്റി നാം പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ മേശകളിൽ ശുശ്രൂഷിച്ച് വന്ന് സഭാ അധ്യക്ഷന്മാരെ സഹായിക്കുകയും പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു പോന്നു. അധ്യക്ഷന്മാർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നു. സഭയുടെ അധ്യക്ഷന്മാരെ സഹായിക്കുന്നവർ എന്ന നിലയിൽ ഡീക്കന്മാർക്കും നല്ല യോഗ്യതകൾ ഉണ്ടായിരിക്കണം. അവരും പരസ്യ രംഗത്തും പ്രത്യക്ഷപ്പെടേണ്ടവരാണ്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടവരുമാണ്. അതുകൊണ്ട് അധ്യക്ഷന്മാർക്കെന്ന പോലെ ഡീക്കന്മാർക്കും മദ്യപാനം വിലക്കപ്പെട്ടിരിക്കുന്നു. അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാകിയാൽ സഭാംഗങ്ങളിൽ ഒറ്റ മദ്യപാനി പോലും ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപ്പറ്റി അത് നാം മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാനായിട്ട്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം അത് ശുദ്ധ മനസാക്ഷിയിൽ അത് വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ദൈവഭക്തിയുടെ മർമ്മത്തെപ്പറ്റി അത് ധാരാളം കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ദൈവം വെച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. ഈ മേശയിലെ ശുശ്രൂഷകൾക്കായിട്ട് ആരെല്ലാമാണ് അത് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ദൈവം ചില അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സ്തെഫാനോസ്, മറ്റേ ഫിലിപ്പോസ് പലരെയും തിരഞ്ഞെടുത്തു. അവരെക്കുറിച്ചുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ഇന്നത്തെ വചന പഠനത്തിൽ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ച്
മുൻപോട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. വിശ്വാസികൾ മാതൃകയോടെ ജീവിപ്പാൻ ഇന്നത്തെ സന്ദേശ കേൾവി ഇടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നുമുള്ള എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലോക സൗഭാഗ്യങ്ങൾ ഛേദമെന്നെണ്ണുന്നേ നീ എൻ്റെ അവകാശമേ. ലോക സൗഭാഗ്യങ്ങൾ ഛേദമെന്നെണ്ണുന്നേ നീ എൻ്റെ അവകാശമേ. നിന്നാമം നിമിത്തം സഹിക്കുന്ന പാടുകൾ സകലവും നന്മയ്ക്കായി മാറിടുന്നേ. നിന്നാമം നിമിത്തം സഹിക്കുന്ന പാടുകൾ സകലവും നന്മയ്ക്കായി മാറിടുന്നേ. ഞാനല്ല ഇനി ജീവിക്കുന്നത് ഞാനല്ല ഇനി ഞാനല്ല യേശുവത്രേ എന്നിൽ